ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുള്ളതേ പാതിരാമണൽ ദ്വീപിലാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിന്റെ നടുക്ക് ഭാഗത്തായിട്ടുള്ള മനോഹരമായ ഒരു ദ്വീപാണ്. നമ്മുടെ കാടിനുള്ളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും എല്ലാവരും കണ്ടിരിക്കേണ്ടത് നമ്മുടെ പ്രകൃതി എന്താണ്, നല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരേണ്ട നല്ല മനോഹരമായ ഒരു ദ്വീപാണിത്. അപ്പൊ ഇതിന് കുറേ വിശേഷങ്ങളുണ്ട്, ഇനി കുറച്ച് ചരിത്രമുണ്ട്. അപ്പം ഈ വിശേഷങ്ങളും ഇതൊക്കെ ഇന്ന് നിങ്ങളോട് പറയാമല്ലോ എന്ന് കരുതിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞങ്ങളുടെ എപ്പോഴത്തെയും യാത്രകൾ പോലെ പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതാണ് ഈ യാത്രയും തുടങ്ങിയത്. പോകുന്ന വഴിയാണ് തീരുമാനിച്ചത്, എന്നാ പിന്നെ പാതിരാമണൽ കണ്ടിട്ട് പോയാലോ എന്ന്. കായംകുളത്തു നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള സ്ഥിരം റൂട്ട് മാറ്റിപ്പിടിച്ചതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ പെട്ടെന്നുള്ള യാത്രകൾ കൊണ്ട് നമുക്ക് ധാരാളം ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്കുണ്ടായ ഒരു നഷ്ടത്തെക്കുറിച്ചാണ്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും പാതിരാമണൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമാകട്ടെ എന്നും കരുതി. നമുക്ക് ഈ പാതിരാമണൽ ദ്വീപിൽ എത്തിപ്പെടാൻ കുറെ മാർഗങ്ങളുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്നും മുഹമ്മയിൽ നിന്നും ഒക്കെ ബോട്ട് സർവീസ് ഉണ്ട് അങ്ങോട്ട്. കായിപ്പുറം എന്ന് പറയുന്ന ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഞങ്ങള് പാതിരാമണലിലേക്ക് പോകാനുള്ള ബോട്ട് സെലക്ട് ചെയ്തത് കേട്ടോ. ഈ കായിപ്പുറം ജെട്ടിയിൽ എത്തുമ്പോൾ തന്നെ പാതിരാമണൽ എന്നൊക്കെ എഴുതിയ ബോർഡും അവിടോട്ടുള്ള ധാരാളം ബോട്ട് സർവീസും ഒക്കെ നമുക്ക് കാണാം. നേരെ ആ കായലിന്റെ നടുക്കായി കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. ഷിക്കാര ബോട്ടും സ്പീഡ് ബോട്ടും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്പീഡ് ബോട്ടിന് 1000 രൂപയാണ് അവർ ഈടാക്കുന്ന ഫീസ്. ഷിക്കാരയ്ക്കാട്ടെ പെർ ഹെഡ് 200 രൂപയും. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് ഞങ്ങള് ഷിക്കാര ബോട്ടാണ് പ്രിഫർ ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ വേമ്പനാട്ട് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. പാതിരാമണൽ എന്ന പേരിന്റെ അർത്ഥം അർദ്ധരാത്രിയിലെ മണൽ എന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണിത് കേട്ടോ. ഈ വേമ്പനാട്ട് കായലിലൂടെയുള്ള ബോട്ടിങ്ങിന്റെ ഒരു സൗന്ദര്യം നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത്ര മനോഹരമായിരുന്നു അത്. പ്രത്യേകിച്ച് രാവിലെ ആയിരുന്നു. പാതിരാമണലിലേക്ക് പോകാൻ വേണ്ടി ഒരു ചെറിയ അന്വേഷണം ഞങ്ങൾ ആലപ്പുഴ വന്ന് നടത്തിയപ്പോൾ അവിടെ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, അവിടെ എന്ത് കാണാനാണ്, അത് തന്നെയല്ല അവിടെ നിറയെ പാമ്പാണ്, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോന്ന്. ശരിക്കും ആ ഒരു പേടിയോടുകൂടിയാണ് ഞങ്ങള് ഈ ബോട്ട് ജെട്ടിയിലോട്ട് അടുക്കുമ്പോൾ ഇരുന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ ആദ്യം അന്വേഷിച്ചതും അതിനെക്കുറിച്ച് തന്നെ ആയിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന ഒരു 50 വയസ്സോളം പ്രായം വരുന്ന ഒരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞത്, ഞാനിവിടെ ജനിച്ചു വളർന്നതാണേ, ഇന്ന് വരെ ഒരു പാമ്പിനെ പോലും ഞാൻ ഈ ഐലൻഡിൽ കണ്ടിട്ടില്ല എന്നാണ്. ഇവിടുത്തെ ടൂറിസത്തിന് നേതൃത്വം നൽകുന്നത് മുഹമ്മ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ഫീയും ഇവരിവിടെ ഈടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് 25 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ് ആ ഫീസ്. ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദ്വീപിന് 28.5 ഹെക്ടർ വിസ്തൃതിയാണുള്ളത്. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരവും ആലപ്പുഴയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഈ ദ്വീപിന് അപ്പുറത്തെ സൈഡിലായി കായലിനക്കരെ കുമരകമാണ്. അവിടെ തന്നെ കുമരകം ബേർഡ് സാങ്ച്വറിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ദേശാടന പക്ഷികളെ നമുക്കിവിടെ കാണാം കേട്ടോ. കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഒരു കാട്ടിനകത്തൂടെ നടക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്. 550 മീറ്റർ ആണ് ഈ ദ്വീപിന്റെ പരമാവധി നീളം. വീതിയാവട്ടെ 450 മീറ്ററും. ദ്വീപിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പോകാൻ ഇങ്ങനൊരു നടപ്പാത അവർ ഒരുക്കിയിട്ടുണ്ട്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ ദ്വീപ് കൊച്ചിയിലെ മെസേഴ്സ് ഭീംജി ദേവ്ജി ട്രസ്റ്റിൽ നിന്നും ഷെവലിയാർ
ACM ആന്ത്രേപ്പർ വാങ്ങിയെന്നും 70കളുടെ അവസാനം വരെ തൈമട്ടത്തിൽ കുടുംബത്തിന്റെ സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു ഇതുവെന്നും പറയപ്പെടുന്നു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി 1979 ദ്വീപ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുമായി. ഇതാണ് പാതിരാമണലിന്റെ ചരിത്രം. ഇതിന്റെ കിഴക്കേ അറ്റത്തായി ഒരു ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രവും ഉണ്ട് കേട്ടോ. 1970 വരെ ഏകദേശം 14 തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരുമില്ല. ജനവാസ മേഖലയെ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ദ്വീപിൽ ഏകദേശം 91 പ്രാദേശിക പക്ഷിവർഗങ്ങളും 50 ദേശാടന പക്ഷികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഒരു പ്രധാന താവളമാണിത് കേട്ടോ. ഗുരുദേവ ക്ഷേത്രം അടച്ചതിന് ശേഷം നമ്മുടെ പുള്ളിക്കാരൻ വീട്ടിലോട്ട് പോകുന്ന ദൃശ്യമാണിത് കേട്ടോ. നമ്മുടെ വീടുകളിൽ സൈക്കിള് പോലെ ആലപ്പുഴ, കൈനകരി, കുട്ടനാട് ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും സ്വന്തമായി വള്ളമുണ്ട്. ക്ഷേത്രത്തിന്റെ വലതു ഭാഗത്തായിട്ട് അതിമനോഹരമായൊരു പാർക്കുണ്ട്. MP ഫണ്ട് ഉപയോഗിച്ച് പുതുക്കി പണിഞ്ഞതാണിത് കേട്ടോ. ആ പാർക്ക് കണ്ടതും നമ്മുടെ മക്കൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അങ്ങോട്ട് 1-2 മണിക്കൂർ പാർക്കിനകത്ത് കളി തന്നെയായിരുന്നു രണ്ടുപേരും. ഈ സമയങ്ങളിൽ ആദ്യം നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അവിടെ വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ബോട്ട് സർവീസിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഈ പാതിരാമണലിലേക്ക് എത്തിപ്പെടാൻ 3 തരത്തിലുള്ള ബോട്ട് സർവീസുകളാണ് ഉള്ളത്. ഒന്ന്, ആലപ്പുഴ ജെട്ടിയിൽ നിന്നും കുമരകത്തിലേക്കുള്ള സാധാരണ ഗവൺമെന്റ് ബോട്ട് സർവീസ്. അതിന്റെ ഫീസ് വളരെ കുറവാണ് കേട്ടോ. ഏകദേശം 50 രൂപ താഴെയുള്ളെന്നാണ് എൻ്റെ അറിവ്. അതിൽ കയറി നമുക്ക് ഈ ദ്വീപിൽ ഇറങ്ങാം. പിന്നെ രണ്ടാമത് വരുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബോട്ട് സർവീസ് ആണ്. ഓരോ 3/4 മണിക്കൂർ ഇടവിട്ടും മുഹമ്മയിൽ നിന്നും ഈ സർവീസ് ആരംഭിക്കുന്നുണ്ട്. ഇതിന്റെ ചാർജ് പെർ ഹെഡ് 100 രൂപയാണ്. ഇത് കയറി നമുക്ക് അവര് തന്നെ ബോട്ട് സർവീസ് തന്നെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിറക്കും. 1 മണിക്കൂർ ടൈമും നമുക്ക് തരും. ഈ 1 മണിക്കൂർ കൊണ്ട് പാതിരാമണൽ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ജെട്ടിയിൽ എത്തി നിൽക്കണം. അപ്പോഴേക്കും ബോട്ട് തിരികെ വന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ശരിക്കും ഒരു പാക്കേജ് പോലെ. പിന്നെ മൂന്നാമതുള്ളതാണ് ഞങ്ങൾ വന്ന ബോട്ട് സർവീസ്. പെർ ഹെഡ് 200 രൂപ നിരക്കിലും സ്പീഡ് ബോട്ട് ആണെങ്കിൽ 1000 രൂപ നിരക്കിലും ഞങ്ങൾ വന്ന ജെട്ടിയിൽ നിന്നുമുണ്ട്. അതല്ല, മുഹമ്മ ജെട്ടിയിൽ നിന്നാണ് നിങ്ങൾ ഈ ബോട്ട് സർവീസ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. സ്പീഡ് ബോട്ടിനൊക്കെ ഏകദേശം 2500 രൂപയോളം ഈടാക്കും. കാരണം അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഈ ദ്വീപിലേക്ക് എത്തിപ്പെടാൻ. പക്ഷേ ഞങ്ങൾ വന്ന കായപ്പുറം ജെട്ടിയിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും കുറവ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ പെർ ഹെഡ് 200 രൂപയ്ക്ക് നമുക്കത് കിട്ടി. നടന്ന് തിരികെ ക്ഷീണിച്ചു വരുമ്പോൾ വെള്ളം കുടിക്കാനായി കുടുംബശ്രീയുടെ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ദ്വീപിന്റെ തുടക്ക ഭാഗത്തായിട്ട് ഇങ്ങനൊരു ട്രീ ഹൗസും ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, അതിന്റെ മുകളിൽ കയറി നിന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കായല് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബോട്ട് സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ നോർമൽ ബോട്ട് എന്ന് വെച്ചാൽ കുമരകം ബോട്ടിൽ കയറിയാണ് വരുന്നതെങ്കിൽ അത് ഏകദേശം 3 മണിക്കൂർ സമയമെടുക്കും ഈ ദ്വീപിൽ എത്തിപ്പെടാൻ. മുഹമ്മയിൽ നിന്നാണെങ്കിലും ഏകദേശം 1/4 മണിക്കൂറോളം എടുക്കും. പക്ഷേ ഞങ്ങൾ വന്നതാണെങ്കിൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇപ്പുറത്ത് എത്തിപ്പെടാനും പറ്റും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ സ്ഥലത്തു നിന്നുമുള്ള ദൂരവും സമയവും റേറ്റും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് നിങ്ങൾ യാത്ര തുടങ്ങുന്നതെങ്കിലേ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും ആസ്വാദ്യകരമാക്കാനും നിങ്ങൾക്ക് പറ്റും. കാരണം ഈ കായലിലൂടെയുള്ള യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് ആ 3 മണിക്കൂർ യാത്ര ഭയങ്കര രസമായിരിക്കും കേട്ടോ. അങ്ങനെ പാതിരാമണലിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ തണ്ണീർമുക്കം വഴി കോട്ടയത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളിയാണ്. തണ്ണീർമുക്കം ബണ്ട് കടന്നു വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. കുട്ടനാട്ടിലെ
സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിന് കുറുകയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദേ ആ ദൂരെ കാണുന്നതാണ് പാതിരാമണൽ കേട്ടോ. ഈ കുട്ടനാടൻ പാടശേഖരത്തിന്റെ ഭംഗി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പിന്നെ ഈ ഭംഗി ഹരിതാപം ഒക്കെ ഭയങ്കര ഇഷ്ടമായുണ്ട് എവിടെ കണ്ടാലും വണ്ടി നിർത്തി വീഡിയോ എടുക്കും. അങ്ങനെ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് കടന്നു. അപ്പോഴാണ് എന്നാ പിന്നെ കോട്ടയത്ത് വന്നതല്ലേ കുമരകം ബേർഡ് സാങ്ച്വറി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. ദേ ഇതാണ് കേട്ടോ ബേർഡ് സാങ്ച്വറിയുടെ എൻട്രൻസ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ വെച്ച് തന്നെ നമ്മളെ തടഞ്ഞു. കാരണം ബേർഡ് സാങ്ച്വറി 6 മാസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ബേർഡ് സാങ്ച്വറിയിൽ തറയോടിന്റെ വർക്കുകളോ കൺസ്ട്രക്ഷൻ വർക്കുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ അകത്ത് നമ്മുടെ KTDCയുടെ റെസ്റ്റോറന്റ് ഉള്ളതുകൊണ്ടും റിസോർട്ടുകൾ ഉള്ളതുകൊണ്ടും നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടു കേട്ടോ. KTDCയുടെ അണ്ടറിൽ അതിമനോഹരമായ ഒരു റിസോർട്ടാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ റെസ്റ്റോറന്റിൽ നിന്നും നമുക്ക് പബ്ലിക്കിന് ഫുഡ് കഴിക്കാം കേട്ടോ, പേയ്മെന്റ് കൊടുത്തിട്ട്. പക്ഷെ റിസോർട്ടിൽ താമസിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് എല്ലാം കൺഫേം ആക്കിയിട്ട് വേണം അവിടെ എത്താൻ. അത് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഈ കാണുന്നതും വേമ്പനാട് കായലിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് പാതിരാമണലും. ഇവിടുത്തെ റെസ്റ്റോറന്റോ ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തന്നെയാണ്. നമുക്ക് അതിനകത്ത് കയറുമ്പോൾ ആ ഒരു ഫീല് ശരിക്കും കിട്ടും. കായലിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് അത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ അപ്പുറത്തെ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത് അവിടുത്തെ റെസിഡൻസിന് വേണ്ടി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല, കോട്ടയത്ത് നിന്നും കുമരകത്തു നിന്നും ഒക്കെ ഉണ്ട് ബോട്ട് സർവീസ് പാതിരാമണലിലേക്കും R ബ്ലോക്കിലേക്കും ആലപ്പുഴയ്ക്കും ഒക്കെ. അപ്പം നിങ്ങൾ അതും ശ്രദ്ധിക്കുമല്ലോ. അപ്പോ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കിവിടെ നിർത്താം അല്ലേ. നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.